ഇതെല്ലാം സുപ്രീം കോടതിയിലെത്തിയാലും ഇതേ രീതിയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളല്ലേ? ആ ഒരു ആശങ്കയോടെയാണോ ഇപ്പോൾ അഭിഭാഷകനെ കാണാൻ സിദ്ദിഖ് മകനെ വിട്ടിരിക്കുന്നത്? തീർച്ചയായും ആ ഒരു ആശങ്ക സിദ്ദിഖിനുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് മകൻ ഇന്ന് വൈകുന്നേരം അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ആ ഓഫീസിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയത്. ശ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം വിശദമായി പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ചർച്ചകളുമായി ഒരു സൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് സുജയ. ഇന്ന് രാവിലെ മുതൽ സിദ്ദിഖിനെ എറണാകുളത്തുള്ള 2 വീടുകളിലും, ഒന്ന് ആലുവ കുട്ടമശ്ശേരിയിലാണ്, കുറച്ചു കാലങ്ങളായി സിദ്ദിഖ് കൂടുതൽ ചെലവഴിക്കുന്നത് കുട്ടമശ്ശേരിയിലെ വീട്ടിലാണ്. അതുപോലെ തന്നെ വാഴക്കാരയിലെ പടമുകളിലുള്ള വീട്ടിൽ മകനാണ് താമസിക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം ചെന്നിരുന്നു. കുട്ടമശ്ശേരിയിലെ വീട്ടിലും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. ഈ 2 വീടുകളിലും സിദ്ദിഖ് ഇന്ന് ഇല്ല എന്നുള്ള കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേ തുടർന്നാണ് സിദ്ദിഖ് മറ്റ് എവിടെയെങ്കിലും തങ്ങാൻ സാധ്യതയുണ്ടോ എന്നുള്ള ആലോചനയും അന്വേഷണവും ഒക്കെ തുടങ്ങിയത്. സിദ്ദിഖുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ ഉണ്ടാകാം എന്നുള്ള സൂചനകളൊക്കെ വച്ചുകൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണം നടന്നു. എന്നാൽ കൃത്യമായൊരു സൂചന ഈ ഘട്ടത്തിലും നമുക്ക് ലഭിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, സിദ്ദിഖ് ഡൽഹിയിലേക്ക് പോകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഇന്ന് ലുക്കൌട്ട് നോട്ടീസ് വന്നതിന് മുമ്പ്, അതായത് ജാമ്യം നിഷേധിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ സിദ്ദിഖ് ചിലപ്പോൾ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ള സൂചന അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ സിദ്ദിഖ് എയർപോർട്ടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്നു എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. ഏതായാലും സിദ്ദിഖ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് പോയി എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ സിദ്ദിഖ് എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു സൂചന ഈ ഘട്ടത്തിൽ എന്തെങ്കിലും സൂചനകൾ നമ്മുടെ അല്ലമീന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ലേബി. നമുക്ക്